ത്തിൽ ബഡ്ജറ്റ് ആശാവഹം തന്നെയാണ്. എന്നാൽ ആശാവഹമാണ് എന്ന് പറയുമ്പോഴും അതിൽ ആശങ്കയുണ്ട് എന്നുകൂടിയാണ് ഞാൻ കൂട്ടിച്ചേർക്കുക. ആശാവഹം എന്ന് പറയുന്നത് ആ, ധനമന്ത്രി ഇന്ന് ആ പ്രസംഗം ആരംഭിക്കുന്നത് തന്നെ ഈ സൂര്യോദയ ബജറ്റ് എന്ന് പറയുന്ന ഒരാശയത്തെ മുൻനിർത്തിക്കൊണ്ടുമാണ്. സൂര്യോദയ മേഖലകളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബജറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൺറൈസ് സെക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ സൺറൈസ് സെക്ടേഴ്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ചിപ്പുമായി ബന്ധപ്പെട്ട ചില ഗവേഷണങ്ങൾ നടത്തുന്നതിന്, അതുമായി ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് ഒക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം നടത്തി മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്ന വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങണം എന്നതായിരുന്നു ഈ സൺറൈസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. ഇലക്ട്രോണിക്സുമായിട്ടും കമ്പ്യൂട്ടറുമായും ബന്ധപ്പെട്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. യഥാർത്ഥത്തിൽ അതൊരു ആശാവഹമായ ഒരു കോൺസെപ്റ്റായിരുന്നു. ഈ സൺറൈസ് മേഖലകളിലേക്കുള്ള നമ്മളുടെ സർക്കാരിൻ്റെ ശ്രദ്ധ പോകുന്നു എന്നുള്ളത് അങ്ങനെ തന്നെ വേണം. കാര്യം ഓരോ കാലഘട്ടത്തെയും ചലിപ്പിക്കുന്നത് അതാത് കാലഘട്ടങ്ങളിലെ സൺറൈസ് സെക്ടേഴ്സിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സൺറൈസ് സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബഡ്ജറ്റിൽ ഞാൻ ആകെ തപ്പി ഇതിനകത്ത് എവിടെയാണ് കേരളത്തിലെ ഈ സൺറൈസ് സെക്ടർ എന്ന് പറയുന്നൊരു സെക്ടർ ധനമന്ത്രി കണ്ടെത്തിയിരിക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് ചർച്ചയ്ക്കെത്തിയ ആദികേശവൻ എന്ന നമ്മുടെ സാമ്പത്തിക വിദഗ്ധനോടും ചോദിച്ചു, ഈ ബഡ്ജറ്റ് താങ്കൾ വായിച്ചു നോക്കിയപ്പോൾ താങ്കൾക്കൊരു സൺറൈസ് സെക്ടർ കണ്ടെത്താൻ സാധിച്ചു? സൺറൈസ് സെക്ടറിനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് പാരമ്പര്യേതര ഊർജ്ജത്തെക്കുറിച്ചുള്ള പദ്ധതികൾ വരുന്ന 2000 കാലഘട്ടങ്ങളിൽ അതൊരു സൺറൈസ് മേഖലയായിരുന്നു. അനേർട്ടൊക്കെ വരുന്നത് ഈ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് അക്കാലഘട്ടത്തിലെ ഒരു സൺറൈസ് സെക്ടറായിരുന്നു. അതിനെയാണ് കേരളത്തിൽ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തത്. ഒരു സൺറൈസ് സെക്ടറിനെ എങ്ങനെയാണ് കേരളം ദുരുപയോഗം ചെയ്തത് എന്നതിൻ്റെ ചരിത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായത്. മറ്റൊരു സൺറൈസ് മേഖലയാണ് 1945കളിൽ ഇന്നത്തെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന അന്നത്തെ കാലിഫോർണിയയിൽ IT പാർക്കുകൾ തുടങ്ങുന്നത് വഴി. അന്ന് സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ബഡ്ജറ്റ് ഒരു പാർക്കിലാണ് ഈ സിലിക്കൺ വാലിയുടെ തുടക്കം എന്ന് പറയുന്നത്. അത് ആ കാലഘട്ടത്തിലെ കാലിഫോർണിയയിലെ സൺറൈസ് പ്രോജക്റ്റ്. ഫ്ലോപ്പി ഡിസ്കുകളും CD-കളും ഉണ്ടാക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിലെ മറ്റൊരു സൺറൈസ് ആയിരുന്നു. IT മേഖലയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 2010കളിലെ സൺറൈസ് മേഖലയായിരുന്നു. അപ്പോൾ എന്താണ് കേരളത്തിൻ്റെ സൺറൈസ് മേഖല എന്ന് തപ്പി നോക്കിയപ്പോൾ എനിക്കതിൽ സൺറൈസ് മേഖല എന്ന ഒരു മേഖല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. AI മേഖല സൺറൈസ് മേഖല മാത്രമല്ല, സൺറൈസ് അത് ഓൾറെഡി 2018കളിൽ തന്നെ ഈ ദുബായും മറ്റു രാജ്യങ്ങളും ആ AI കോഴ്സുകളും AI യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു. വി ഡോണ്ട് ഹാവ് എ യൂണിവേഴ്സിറ്റി സാർ. നമ്മുടെ IT പഠിപ്പിക്കുന്ന സർവകലാശാലയിൽ ഒരു പേപ്പർ മാത്രമാണ്, ഒരു പേപ്പറിൽ 1-2 കുഞ്ഞു മൊഡ്യൂൾ മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വേണ്ടി സർവകലാശാലയുണ്ട് ദുബായിൽ. ആ സർവകലാശാലകളും അതിനു വേണ്ടുന്ന എഞ്ചിനീയറിംഗ് സിലബസുകളും അവിടെ പഠിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. AI സ്കൂൾ തലം മുതൽ പഠിപ്പിച്ചു തുടങ്ങുന്നു വിദേശ രാജ്യങ്ങളിൽ. അവിടെ ഒരു സംശയം ചോദിച്ചു, അതായത് ഇപ്പം ഒരു ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു സൺറൈസ് ഇക്കോണമി എന്ന കൺസെപ്റ്റ് വരാവൂ എന്നില്ലല്ലോ, ഒരാശയവുമായി ബന്ധപ്പെട്ടും വരാം. ഇപ്പോൾ ഞാൻ നേരത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചത് അത്തരത്തിലൊരു സൺറൈസ് വരുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന നയവ്യതിയാനമാണ്. നമ്മളുടെ ഒരു ഇൻഫ്രാ പുഷ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി ഡെവലപ്മെൻറ്റ് സോണുകൾ രൂപപ്പെട്ടു വരുന്നു. ആ ഡെവലപ്മെന്റ് സോണുകളുടെ പങ്കാളിത്തം എനിക്ക് മനസ്സിലായി. അതായത് എക്സ്ക്ലൂസീവ് ഡെവലപ്മെന്റ് സോൺ ഇത് ആദ്യത്തെ ആശയമല്ല, സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ കിഫ്ബി വഴിയേ വരാൻ കഴിയുള്ളൂ അല്ലേ? ഇപ്പം ഒരു പദ്ധതി നിങ്ങൾ ഇപ്പം കിഫ്ബി ഇല്ല, ഇപ്പം നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ട് ഇപ്പം ടൂറിസത്തിന്റെ മേഖലയിലേക്ക് വരാം, ആരോഗ്യ മേഖലയിലേക്ക് വരാം, വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരാം. ഇപ്പം നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണല്ലോ. നമ്മളപ്പം എന്തിനാണ് ഈ വിദ്യാഭ്യാസ മേഖല ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത്? അപ്പം നമുക്കത് ഓപ്പൺ അപ്പ് ചെയ്യാം. അങ്ങനെയാണ് വിദേശ സർവകലാശാല വരട്ടെ, സ്വകാര്യ പങ്കാളിത്തം വരട്ടെ, എന്നിട്ട് ഈ നോളജ് എക്കോണമി ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഒരു ആശയം എന്ന നിലയ്ക്കും വേണമെങ്കിൽ സൺറൈസ് ഇക്കോണമി. അവിടെയാണ് അതിനകത്തൊരു ചെറിയ അപകടമുള്ളത്. അതായത് നമ്മളതിനെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെ ചലനാത്മകതയുടെയും ഉൽപാദന വളർച്ചയുടെയും അടിസ്ഥാനത്തിലാണ് ഈ സൺറൈസ് മേഖലയെ നിർവചിക്കാൻ സാധിക്കുക. ഇതൊരു നോളജ് എക്കണോമി എന്നുള്ളത് ഒരു വിദ്യാഭ്യാസത്തെ കൂടുതൽ സമൂഹത്തിന്റെ ചലനാത്മകതയ്ക്ക് ഉപയോഗിക്കുന്ന ആശയം എന്ന രീതിയിലും വിദ്യാഭ്യാസം കൊടുക്കുന്ന ആളുകളെ സൃഷ്ടിക്കുന്ന ഹബ്ബ് എന്ന രീതിയിലുമാണ് നമ്മൾ വളരാൻ പോകുന്നത് എന്നുള്ളതാണ് നോളജ് എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. ആ നോളജ് എക്കണോമി ഒരു സൺറൈസ് സെക്ടർ അല്ല. കാരണം നോളജ് എക്കണോമിയിൽ ഏത് നോളജാണ് നിങ്ങൾ കൊടുക്കുന്നത്, ആ നോളജിന് ഡിമാൻഡ് ഉണ്ടാവണം. അപ്പോൾ IT മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സൺറൈസ് മേഖലയായി തീർന്നത്. എപ്പോൾ 10 വർഷങ്ങൾക്ക് മുമ്പ്.
അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഉദിച്ച് ഇപ്പോൾ ഉച്ചയായി തീർന്നിരിക്കുന്ന ഒന്നിനെ നിങ്ങൾക്ക് സൺറൈസ് എക്കണോമി എന്ന് പറയാൻ കഴിയുമോ എന്നതാണ് എൻ്റെ അക്കാദമിക് ആയിട്ടുള്ള ചോദ്യം. ഞാൻ പറയുന്നത് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്നു സൂര്യൻ, അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് അതിനെ സൺറൈസ് എന്ന് പറയാൻ കഴിയുമോ എന്നുള്ള ഒരു ടെക്നിക്കൽ ചോദ്യമാണ്, ഒരു ആശങ്കയാണ്, ഒരു സംശയമാണ് എനിക്കുള്ളത്. കാര്യം നമ്മൾ നോക്കൂ, 3 മേഖല: ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, പിന്നീടുള്ളത് വ്യവസായം. അതിൽ തന്നെ സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതി വിഹിതങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇത് മൂന്നും സൺറൈസിൻ്റെ കൃത്യമായ നിർവചനത്തിൻ്റെ പരിധിയിൽ പെടുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ആക്ഷേപം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി, 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ധനമന്ത്രി ഈ ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്നത്. 3 ലക്ഷം കോടി രൂപ വരണമെങ്കിൽ ഓരോ വർഷവും എത്ര ലക്ഷം കോടി വരണം? 1 ലക്ഷം കോടി വരണം. അപ്പോഴാണ് ഈ ബഡ്ജറ്റിലെ ഒരു ചെറിയ ഇഷ്യൂ നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ബഡ്ജറ്റിൽ ഈ 2018, 21, 22, 23 3 സാമ്പത്തിക വർഷങ്ങളിലെ ക്യാപിറ്റൽ ഔട്ട്ലേ, അതായത് പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിരിക്കുന്ന മൂലധനം, സർക്കാർ ചിലവാക്കിയിരിക്കുന്ന മൂലധനം എത്രയാണ്? ആ മൂലധനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 14,000 മുതൽ 15,000 കോടി വരെ മാത്രമാണ് ഓരോ വർഷത്തിൻ്റെയും. ഏറ്റവും മാക്സിമം 15,000 കോടിയാണ് ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം. എന്ന് പറഞ്ഞാൽ മൂലധന നിക്ഷേപം, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ 14,000 കോടി ശരാശരി മുടക്കുമ്പോൾ ആ വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത് 1 ലക്ഷം കോടിയുടെ നിക്ഷേപം വരണമെന്നാണ്. കഴിഞ്ഞ വർഷം 14,000 കോടിയായിരുന്നു ക്യാപിറ്റൽ ഔട്ട്ലേ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചത്. നമുക്ക് എത്ര കിട്ടി? വിഭവ സമാഹരണം ഒന്നും ഉണ്ടായില്ല. അതിന് തൊട്ട് മുമ്പത്തെ വർഷം 13,800 ആയിരുന്നു, അപ്പോഴും നമുക്ക് മാറ്റമുണ്ടായില്ല. എന്ന് പറഞ്ഞാൽ 15,000 ക്യാപിറ്റൽ ഔട്ട്ലേ വെച്ചുകൊണ്ട് 1 ലക്ഷം വിഭവ സമാഹരണം സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഔട്ട്ലേ നിങ്ങൾക്ക് കൂട്ടണം, സർക്കാർ ഒരു മോഡൽ ഉണ്ടാക്കണം, എങ്കിലും നിക്ഷേപം വരൂ. ഇവിടെ എവിടെ നിക്ഷേപിക്കണം എന്നതാണ് ചോദ്യം. ഏത് സെക്ടറിൽ നിക്ഷേപിച്ച് തുടങ്ങണം? ഒറ്റ കണക്കേ എൻ്റെ മുന്നിലുള്ളൂ. ഈ IT ഇൻഡസ്ട്രിയുമായി വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ട് സ്വകാര്യ വ്യവസായ പാർക്കുകൾ 16 എണ്ണം തുടങ്ങാൻ പോകുന്നു. അതിൽ 8 എണ്ണത്തിന് അനുമതി കൊടുത്തു കഴിഞ്ഞു. അതിന് 16 എണ്ണം ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തുടങ്ങും. അതാണ് ഏറ്റവും പെട്ടെന്ന് തുടങ്ങാൻ പോകുന്ന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി. പക്ഷേ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് 1 ലക്ഷം കോടി രൂപയിലേക്ക് എത്തുക അസാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യയശാസ്ത്ര ശാഠ്യമാണ്. ഈ പ്രത്യയശാസ്ത്ര ശാഠ്യത്തിൽ നിന്നുള്ള വ്യതിചലനമായി പറയുന്നത് MG നാരായണൻ പറഞ്ഞിരിക്കുന്ന ഒരു വാചകത്തെക്കുറിച്ച് അടുത്ത കാലത്ത് വായിച്ചു. നമുക്കിന്നും മനസ്സിലാവുന്നത് 25 വർഷം കഴിഞ്ഞ് മാത്രമേ CPM-ന് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും 25 വർഷം കഴിഞ്ഞു മാത്രമേ ആ നേട്ടത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് വ്യത്യസ്ത നിലപാടുകളുണ്ട്. പാർട്ടി പറയുന്നത് അങ്ങനെയല്ല, മൂർത്തമായ സാഹചര്യത്തിൻ്റെ മൂർത്തമായ വിശകലനത്തിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴാണ് ആ മൂർത്തമായ സാഹചര്യം മനസ്സിലാവുന്നത്. പക്ഷേ 2014 TP ശ്രീനിവാസൻ ആഗോള വിദ്യാഭ്യാസ സംഗമത്തിൽ പോകുമ്പോൾ അന്ന് TP ശ്രീനിവാസനെ അടിച്ച് താഴെയിടുമ്പോൾ മൂർത്തമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നയവ്യതിയാനം എന്ന് ഞാൻ പറയുന്നില്ല, മൂർത്തമായ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ ഇത്രയും മൂർത്തമായ ഒരു വൈകൽ ഉണ്ടാവുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് എനിക്കുണ്ട്. അതുകൊണ്ട് ബജറ്റ് ആശാവഹമാണോ എന്ന ചോദ്യത്തിന് ആശാവഹമാണ്. ആശങ്കയും ചോദ്യങ്ങളും ഒട്ടേറെയുണ്ട് എന്നുകൂടിയാണ് എൻ്റെ മറുപടി. Meet the editors.